ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നു. അമ്പലം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ്. ഈ അമ്പലം ഒരു കാടിൻ്റെ നടുക്കാണ് വരുന്നത്. രാമല്ലൂർ മഹാശിവക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ഇത്ര അടുത്ത് ഒരു അമ്പലം ഉണ്ടായിട്ട്, നിലമ്പൂരിൽ അമ്പലം ഉണ്ടായിട്ട് നമ്മൾ പോയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ല. അപ്പോൾ ഞങ്ങൾ പോവാണ്. രാവിലെ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കിയാൽ അറിയുള്ളൂ. കറക്റ്റ് റൂട്ടും കാര്യങ്ങളും നമുക്ക് അറിയില്ല. ഇത് അകമ്പാട റൂട്ടാണ് വരുന്നത്. അകമ്പാട് മയിലാടി പാടിലാണ് ഇപ്പോൾ കണ്ടത്. മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത് ഞങ്ങൾ. അപ്പോൾ കറക്റ്റായിട്ട് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെളിയന്തോട് നഗമ്പാട റൂട്ട് പോയിട്ട് അങ്ങനെയാണ്. മയിലാടി ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് അമൽ കോളേജ് കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് മണ്ണുംപാടം എന്ന് പറഞ്ഞ സ്ഥലം വരും. അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്, ടാർ റോഡ്. ആ റോഡ് അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ സൈൻ ബോർഡ് നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. അവിടെ 1-2 ചെറിയ അമ്പലങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ സൈൻ ബോർഡും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള റൂട്ടുകളിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ എത്തും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച അമ്പലം, രാമല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. അത്തിക്കാടാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വൈഫ് പറയുന്നതായിരിക്കും. അതെ ഗായ്സ്, ഈ അമ്പലത്തിന് 2000 വർഷം പഴക്കമുണ്ട്. ഇതിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. പിന്നെ ഭഗവതിയും ഗണപതിയും അതുപോലെ അയ്യപ്പനും ഉണ്ട് കേട്ടോ പ്രതിഷ്ഠകളായിട്ട്. വേട്ടയ്ക്കൊരുമകൻ്റെ പ്രതിഷ്ഠ പുറത്തുണ്ട്. ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഇതുപോലത്തെ ഒരു അമ്പലം ഞങ്ങൾ മുന്നേ അമരമ്പലം സൗത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് കണ്ടിട്ടുള്ളത്. മുന്നേ അമ്പലത്തിൽ പോയ വീഡിയോ ഞങ്ങൾ ചാനൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ, ചാലിയാർപ്പുഴയാണത്. അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ പുഴയിലോട്ട് പോകേണ്ടവർക്ക് അങ്ങോട്ടും പോവാട്ടോ. അതൊരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ അവിടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള വഴിപാട് കഴിപ്പിച്ചായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഏകദേശം 9 മണിയാവും കേട്ടോ, ലേറ്റ് ആവും. പിന്നെ അവിടെയുള്ള ഒരു അച്ഛനും അമ്മയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. അവിടെ അവസാനമായിട്ടോ നമശിവായ പൂജയും കൂടി നടക്കാറുണ്ട് കേട്ടോ. സമയമുണ്ടെങ്കിൽ അതിലും കൂടാൻ വരുന്നവർക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു 8:30 തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങിട്ടോ. അപ്പോൾ കുറേ സമയം ബാക്കിയുള്ളത് കൊണ്ട് പുഴയിൽ പോകാമെന്ന് വെച്ചു. അവിടെ നല്ല ഫീലാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ലൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളിത് തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യണം. പിന്നെ ഫോറസ്റ്റിൻ്റെ നടുക്കായതുകൊണ്ട് കുരങ്ങന്മാരൊക്കെ വരാറുണ്ട് കേട്ടോ. അതിഥികളായിട്ട് ആനകളും ഇറങ്ങാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അതിനൊന്നും ഇവിടെ ഒരു കുറവില്ല കേട്ടോ. കാരണം ഇതൊരു കാടിൻ്റെ നടുക്കിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ ആനയായാലും കുരങ്ങായാലൊക്കെ വരില്ലേ. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. അവിടെ ഉള്ള ആൾക്കാരായത് കൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിൽ പൊതുവെ ഞായറാഴ്ചകളിൽ രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കാറുണ്ട് കേട്ടോ. കട്ടൻ ചായ ഉപ്പുമാവാണ് കേട്ടോ കിട്ടുന്നത്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത്രയും കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുഴയ്ക്ക് പോയിട്ട് അവിടെ പോയി കുറേ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പായസം കഴിപ്പിച്ചിരുന്നു. ആ പായസം ഞങ്ങൾ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ തിരുമേനി പായസമൊക്കെ ആക്കി തന്നു. പിന്നെ കുറച്ച് പായസം കഴിക്കാൻ തന്നിട്ട് അങ്ങനെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പം ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, ബൈ ബൈ.